ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് SK ഹോസ്പിറ്റൽ എന്നൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. ചിലരങ്ങനെയാണ്, സ്വയമെരിഞ്ഞ് ചുറ്റും പ്രകാശം പരത്തുന്ന വിളക്ക് പോലെ. അവരെ നോക്കുമ്പോഴൊക്കെ സന്തോഷത്തിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെ ഒരു കുഞ്ഞില വന്ന് നമ്മെ തൊടും. ആ പ്രകാശത്തിൻ്റെ ഒരു തുണ്ട് നമ്മളും നിറയും. സമയബന്ധിതമായി ക്യാൻസർ എന്ന രോഗത്തെ കണ്ടെത്തുന്നതിനും ആവശ്യമായ ചികിത്സ തേടുന്നതിനും വേണ്ടുന്ന അവബോധം നൽകുന്നതിനായി എല്ലാ വർഷവും ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായി ആചരിച്ചു വരുന്നു. അതിനോടനുബന്ധിച്ച് SK ഹോസ്പിറ്റലിൽ ഇന്നേ ദിവസം ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്ന തീം അടിസ്ഥാനമാക്കി ലോക ക്യാൻസർ ദിനം ആചരിക്കുന്നു. ഡോക്ടർ നൽകുന്ന മരുന്നിനോടൊപ്പം സമൂഹത്തിൻ്റെ കരുതലും പരിചരണവും കൂടി ആവശ്യമാണെന്നും ഈ ക്യാൻസർ ദിനം ഓർമ്മിപ്പിക്കുന്നു. തെറ്റിദ്ധാരണകൾ, ക്യാൻസറിനെ ചുറ്റിപ്പറ്റിയുള്ള മിഥ്യാധാരണകൾ, ശരിയായ ചികിത്സ നേടുക, മരണങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിന് ആളുകളെ ബോധവൽക്കരിക്കുക എന്നിവയാണ് ഈ ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ക്യാൻസർ രോഗികളുടെ പരിചരണത്തെ അസമത്വങ്ങൾ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും ഈ രോഗത്തിനെതിരെ പോരാടാൻ ഉന്നത അധികൃതരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ യജ്ഞത്തിൽ കൈമുദ്ര പതിപ്പിക്കാൻ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനായി പ്രിയ ഡോക്ടറെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ ചേർന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്നൊരു അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള പെട്ടെന്നൊരു ക്ഷീണം ഉണ്ടായാലോ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു വെയിറ്റ് ലോസ് ഉണ്ടായാലോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണ്ടാലും ഇന്നല്ല നാളെ ആശുപത്രിയിൽ പോകാമെന്ന് കരുതുന്നവരാണ് നമ്മളിലേറെ പേരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ദിവസത്തിന്റെ ഇമ്പോർട്ടൻസ് അതുകൊണ്ടാണ് മുന്നിട്ട് വരുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ നാളത്തേക്ക് മാറ്റിവെക്കാതെ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുകയും അതിലൂടെ കുറച്ചും കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി വളരെ കേന്ദ്രീകൃതമായ ചികിത്സാ രീതികൾ നമുക്ക് അവലംബിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അതിനുവേണ്ടിയാണ് നമ്മളിത് നടത്തുന്നത്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ ഔപചാരികമായ കർത്തവ്യം. ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ GM ലഫ്റ്റനന്റ് കേണൽ പിള്ള സാറിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ CEO തിരക്കുകളെല്ലാം മാറ്റിവെച്ച് വന്ന സന്ധ്യ മാമിനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആധികാരികമായി ഇതിനെപ്പറ്റി സംസാരിക്കുവാനും നമ്മുടെ മെഡിക്കൽ സൂപ്രണ്ടായ ശ്യാം സുന്ദർ സാറിനെ ഈ ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ രാജീവ് സർ കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി നമ്മളോടൊപ്പം എത്തിച്ചേർന്നതിന് സാറിനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ടോക്കിൽ ഏറ്റവും കൂടുതൽ അറിവുകൾ നമുക്ക് പകർന്നു തരാൻ കഴിവുള്ള നമ്മുടെ മെഡിക്കൽ റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ആയിട്ടുള്ള ഗണേഷ് സാറിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതിനൊക്കെ പുറമെ ഇന്ന് ഇവിടെ വന്നിരിക്കുകയും ഇതിലേക്കുള്ള ആദ്യത്തെ ചുവടുപടി എടുത്തു വെക്കുകയും ചെയ്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇൻട്രൊഡക്ഷൻ തരുന്നതിനായി നമ്മുടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശ്യാം സുന്ദർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ഈ ആശുപത്രിയിൽ എത്തിയിരിക്കുന്ന പൊതുജനങ്ങളെ, ഇവിടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന മറ്റു സ്റ്റാഫ്, CEO ഡോക്ടർ സന്ധ്യ, ജനറൽ മാനേജർ കേണൽ CS പിള്ള, അഡ്മിനിസ്ട്രേറ്റർ കേണൽ രാജീവ്, ഡോക്ടർ ഗണേഷ് കുമാർ, എല്ലാവർക്കും എൻ്റെ ആശംസകൾ ആദ്യം അർപ്പിക്കുന്നു. ഈ ആശുപത്രി നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, ഞങ്ങൾ മനുഷ്യരാൽ സാധ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വളരെ വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്. ഗണേശിനെ പോലെ ഓർഗോളജിയിൽ, അത് ക്യാൻസർ ചികിത്സയിൽ വളരെ വിദഗ്ധരായ ഡോക്ടർമാർ ഇവിടെയുണ്ട്. അവിടെയെല്ലാം സേവനം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ആ സേവനം നിങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാവർക്കും ക്യാൻസർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ക്യാൻസറാണ്. ക്യാൻസറിനെ ഇതുവരെ നമുക്ക് പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു 10-50 വർഷത്തിന് മുമ്പേക്കാളും ഇപ്പോഴ് ക്യാൻസറിന് ഒരുപാട് ചികിത്സകളുണ്ട്. പണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരണം മാത്രമേ മുമ്പിലുള്ളൂ എന്നാണ് നമ്മുടെ വിചാരം. ഇപ്പോൾ അങ്ങനെ അല്ല. ഒരു 50% ക്യാൻസറെ നമുക്ക് ചികിത്സിക്കാം. അതിൽ പൂർണ്ണമായ വിമുക്തി നേടാൻ സാധിക്കും. എന്നാലും 50% ക്യാൻസർ ഇപ്പോഴും നിലവിലുണ്ട്. അതിപ്പോഴും മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുക. മറ്റുള്ള പല അസുഖങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചെങ്കിലും ഇന്ന് വൈദ്യശാസ്ത്രം ക്യാൻസറിൻ്റെ മുമ്പിൽ ഇപ്പോഴും മുട്ടുമടക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവയർനെസ്, എങ്ങനെയാണ് നമ്മൾ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുക, അത് ആദ്യമേ അറിയുക. ഇത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ട് എന്നറിയുക.
അപ്പോൾ നിങ്ങളെല്ലാവരും അതിനെപ്പറ്റി അറിയുക എന്നാണ് ഏറ്റവും വലിയ ശക്തി. നിങ്ങൾക്ക് ഏവർക്കും അതിനുള്ള ശക്തിയും ബുദ്ധിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സർ. നമ്മുടെ ഈ വർഷത്തെ തീം അനുസരിച്ച് ക്ലോസ് ദ കെയർ ഗ്യാപ്പ്. നമ്മുടെ ക്യാൻസർ ബാധിതരായ രോഗികൾ അവർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്, അതിനെ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടെത്തിക്കുക, അധികൃതരിലേക്ക് എത്തിക്കുക എന്നുള്ള തീമാണ്. അപ്പോൾ ആ ഒരു യജ്ഞത്തിൽ നമ്മുടെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൽ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൈമുദ്ര പതിപ്പിച്ച് എല്ലാവരും അതിലൊരു ഇൻക്ലൂഷൻ ചെയ്യുകയാണ്. അതിനായി ആദ്യമായി നമ്മുടെ ഹോസ്പിറ്റൽ CEO ഡോക്ടർ സന്ധ്യ മേഡത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, ma'am. ഉള്ളവരെ കൂടെ നിർത്താനും ഒന്നിച്ചു മുന്നേറാം. അതെ, ലെറ്റ്സ് ഡിഫീറ്റ് ദ ക്യാൻസർ ടുഗദർ. താങ്ക് യു. കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഇത് വേൾഡ് ക്യാൻസർ ഡേ, അതായത് 4 ഫെബ്രുവരിക്കായിരുന്നു. അത് നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഇപ്പോൾ ജീന പറഞ്ഞ പോലെ ഇതിൻ്റെ ബേസിക് മോട്ടോ ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ്. അതായത് ഒരു പേഷ്യൻറ്റിനെ, ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ കെയർ കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ മോട്ടോ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡേയിൽ ഞാൻ ആശംസകൾ നേരുന്നു. അതുപോലെ ഇനിയും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ക്യാൻസർ ഉള്ള പേഷ്യൻസും അതായത് ക്യാൻസർ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ആൾക്കാരെയും നമ്മൾ ബോധവൽക്കരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഒരു കടമയാണ്. അപ്പോൾ അത് ആണ് ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. താങ്ക് യു. ഈ ദിനത്തോടനുബന്ധിച്ച് നമുക്കൊരു അവയർനെസ് തരുന്നതിനായി നമ്മുടെ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഗണേഷ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാർ വെൽക്കം. CEO സന്ധ്യ മാഡം, സൂപ്രണ്ട് ശ്യാം സാർ, മറ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്കറിയാം, ഇന്നലെ ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായിരുന്നു. ഈ വർഷത്തെ ക്യാൻസർ ദിനത്തിൻ്റെ തീം ഇവിടെ ജീന പറയുണ്ടായി. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് സെയിം തീം തന്നെയാണ്, ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ് ക്യാൻസർ ഡേയുടെ തീം എന്ന് പറയുന്നത്. ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ക്യാൻസർ കണ്ടുപിടിക്കപ്പെടാനും അതുപോലെ തന്നെ ക്യാൻസറിനെ പറ്റിയുള്ള അറിവും അതിൻ്റെ ചികിത്സയെ പറ്റിയുള്ള പല പുതിയ കാര്യങ്ങളും എല്ലാം പല ആൾക്കാരുടെ ഇടയിൽ പല രീതിയിലാണ് അതിനെപ്പറ്റിയുള്ള അറിവുള്ളത്. അപ്പോൾ ഈ അറിവും ഈ കാര്യങ്ങളും എല്ലാം എല്ലാ ആൾക്കാരിലേക്കും ഒരേപോലെ എത്തിക്കുക.
അതുപോലെ തന്നെ അസുഖം കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അസുഖത്തെ പറ്റിയുള്ള ചികിത്സ രീതികൾ എത്തിക്കുവാനും ഉള്ള ഒരു ഗ്യാപ്പ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് എത്രയും മിനിമം ആക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെയും ക്യാൻസർ ഡേയുടെ തീം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ക്യാൻസറിനെ പറ്റി ഒരു ചെറിയൊരു അവയർനെസ് ടോക്കാണ് ഉദ്ദേശിക്കുന്നത്, ഒരു 5 മിനിറ്റത്തെ സെഷൻ. അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ഉണ്ടാകുന്ന ക്രമാതീതമായിട്ടുള്ള വർധനവിനെയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ഇഷ്ടംപോലെ കോശങ്ങളുണ്ട്. നമ്മുടെ ശരീരം കുറേ ഓർഗൻ സിസ്റ്റംസ് അഥവാ കുറേ ഓർഗൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ ലങ്സ് ഉണ്ട്, ഹാർട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആമാശയമുണ്ട്, തലച്ചോറുണ്ട്. അതുപോലെ എല്ലാ അവയവങ്ങളിലും ഏത് അവയവത്തിൽ വേണമെങ്കിലും കോശങ്ങൾ ക്രമാതീതമായി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ക്യാൻസറായിട്ട് ഭവിച്ചേക്കാം. ഇനി എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ക്യാൻസർ വരുന്നത്? എല്ലാവർക്കും ഒരു പേടിയാണ്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയമാണ്. എനിക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഭയം എല്ലാവർക്കും ഉണ്ട്. അപ്പം എന്തൊക്കെയാണ് ക്യാൻസർ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റം വരുത്താൻ സാധിക്കാത്ത കുറേ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രായമാണ്. പ്രായമേറും തോറും എല്ലാ ആൾക്കാർക്കും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടി വരും. നമ്മൾ പ്രായം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം, കൂടുതൽ ക്യാൻസർ വരുന്ന രോഗികളും ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 70 വയസ്സ് ആ റേഞ്ചിലുള്ള രോഗികളാണ്. അപ്പോൾ പ്രായം ഒരു നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ അസുഖത്തിനും അതിൻ്റെ ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ സ്ത്രീകളിൽ ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഒരു സ്ത്രീയായിട്ട് ജനിക്കുക എന്നുള്ളതാണ്. ഒരു സ്ത്രീക്ക് എപ്പോഴും ഒരു പുരുഷനെക്കാട്ടിലും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മറ്റ് കുറേ നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് ജെനറ്റിക്സ് ആണ്. നമ്മൾ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ക്യാൻസർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾക്കും ഭാവിയിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും. പിന്നെ ഉള്ളത് മോഡിഫയബിൾ ആയിട്ടുള്ള, നമുക്ക് നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തിയാൽ നമുക്ക് മാറ്റം ഉണ്ടാക്കിയേക്കാവുന്ന റിസ്ക് ഫാക്ടേഴ്സിനാണ് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും സാധാരണയായി നമ്മൾ പറയുന്നത് നമ്മുടെ ശീലങ്ങളാണ്. പുകവലി, മദ്യപാനം മുതലായ ദുശീലങ്ങളാണ് ഒരു കോമൺ ആയിട്ടുള്ളൊരു ക്യാൻസറിനുള്ള റിസ്ക് ഫാക്ടേഴ്സ്. ഇപ്പോൾ പുകവലി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുകവലിക്കകത്തുള്ള ടുബാക്കോ എന്ന് പറയുന്ന പുകവലിക്കകത്തുള്ള സ്മോക്കിനകത്ത് ഏകദേശം 88ഓളം കാർസിനോജൻസ് അഥവാ ക്യാൻസർ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളുണ്ടെന്നാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ പുകവലി അതുപോലെ മദ്യപാനം പുകവലിയും കൂടെ ചേരുമ്പോൾ വീണ്ടും ആ റിസ്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. അതായത് ഇപ്പോൾ ഉള്ള ആൾക്കാരെല്ലാം പൊതുവെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞ ഒരു രീതിയിലോട്ടാണ് പോകുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പം നമ്മൾ വ്യായാമങ്ങളിൽ ഏർപ്പെടുക, അതുപോലെ തന്നെ ഭക്ഷണ രീതി, നമ്മുടെ ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ കൊഴുപ്പ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഇതെല്ലാം കഴിക്കുന്നതോടുകൂടി ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുകയാണ് ചെയ്യുന്നത്. ഇനി ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. രണ്ട് ക്യാൻസറുകളാണ് നമുക്ക് പ്രധാനമായിട്ടും സ്ക്രീനിങ് പ്രോഗ്രാംസിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അതിലൊന്ന് ബ്രസ്റ്റ് ക്യാൻസർ ആണല്ലോ, സ്തനാർബുദമാണ്. രണ്ടാമത്തെ സർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ മൂത്രമുണ്ടാകുന്ന ക്യാൻസറാണ്. ഈ 2 ക്യാൻസറുകളിലും വ്യക്തമായിട്ട് നമുക്ക് നേരത്തെ തന്നെ അത് സ്ക്രീനിങ് എന്ന് പറയുന്ന ലളിതമായ ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി ഒരു അസുഖം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളതിനെ അഭിമുഖീകരിക്കുന്നത്? അപ്പോൾ ഒരു ക്യാൻസർ ഉണ്ടെന്നുള്ള സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാണേണ്ട ഒരു ഓങ്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറിനെയാണ്. നമ്മൾ ഒരു ഓങ്കോളജിസ്റ്റ് നിങ്ങളുടെ ഹിസ്റ്ററി അഥവാ നിങ്ങളുടെ അസുഖത്തിനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കും. അതിനോടൊപ്പം തന്നെ ക്ലിനിക്കൽ എക്സാമിനേഷൻ അഥവാ രോഗിയെ പരിശോധിച്ച് നോക്കും. ഇതിനുശേഷം നമ്മൾ സ്കാനുകളും മറ്റും എടുക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ബയോപ്സി എന്ന് പറഞ്ഞൊരു പരിശോധന ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ബയോപ്സി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്യാൻസർ ആണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബയോപ്സികളും ഒരു രോഗിയോട് ബയോപ്സി എടുക്കാൻ പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് ക്യാൻസർ ഉണ്ടെന്നല്ല. ഓക്കെ, ബയോപ്സി ഒരു കൺഫർമേഷന് വേണ്ടി ഒരു ടെസ്റ്റാണ്. ചിലർക്ക് ബയോപ്സി എടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഭയമാണ്. അങ്ങനെയില്ല, ബയോപ്സി എടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം നമ്മൾ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ ഉറപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇനി ക്യാൻസറിന്റെ ചികിത്സാ രീതികൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ഭയങ്കര പേടിയോടുകൂടി കാണുന്ന ഒരു സംഭവമാണ് ക്യാൻസറിന്റെ ചികിത്സാ രീതി എന്ന് പറയുന്നത്. കാരണം എല്ലാവർക്കും കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമാണ് അല്ലേ. പക്ഷെ പണ്ടത്തെ പോലെയല്ല, ഇപ്പോഴുള്ള പുതിയ മരുന്നുകളും പുതിയ ചികിത്സാ രീതികളും എല്ലാം വന്നതിന് ശേഷം ക്യാൻസറിന്റെ ചികിത്സ പഴയതത്ര ദുസ്സഹമായിട്ടുള്ളൊരു ചികിത്സയല്ല. പണ്ട് ക്യാൻസർ ചികിത്സ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ചികിത്സയായിരുന്നു. കീമോതെറാപ്പി കൊടുക്കുന്ന മരുന്നുകളുടെയൊക്കെ ടോക്സിസിറ്റി അഥവാ സൈഡ് എഫക്റ്റുകളൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അതുപോലെ റേഡിയേഷൻ ചികിത്സ കൊടുക്കുമ്പോഴും സൈഡ് എഫക്റ്റുകൾ ഒരുപാടുള്ള രീതിയിലായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയ്ക്ക് കീമോതെറാപ്പി മരുന്നുകളും അതുപോലെ തന്നെ അതിൻ്റെ സൈഡ് എഫക്റ്റ് മാനേജ് ചെയ്യാനുള്ള നല്ല പുതിയ മരുന്നുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി എന്നൊക്കെ പറയുന്ന പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് റേഡിയേഷൻ ചികിത്സയ്ക്കകത്ത് തന്നെ
IMRT, IGRT എന്നൊക്കെ പറയുന്ന പുതിയ മൊഡാലിറ്റീസ് ഉണ്ട്, പ്രോട്ടോൺ തെറാപ്പി. ഇതെല്ലാം വളരെ സേഫ് ആയിട്ടുള്ളതും രോഗികൾക്ക് സൈഡ് എഫക്ട്സ് കുറഞ്ഞ് പക്ഷേ ചികിത്സിച്ച് അസുഖം പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചികിത്സാ രീതികളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സർജറിയും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മ്യൂട്ടിലേറ്റിംഗ് സർജറികളായിരുന്നു. അത് ഒരു അസുഖത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രസ്റ്റിൽ അസുഖം വന്നു കഴിഞ്ഞാൽ ബ്രസ്റ്റ് പൂർണ്ണമായി നീക്കം ചെയ്ത് ആ ഏരിയ മൊത്തം സർജറി നീക്കം ചെയ്യുന്ന ഒരു രീതിയായിരുന്നു മുമ്പുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറി ലെസ് റാഡിക്കൽ, അതായത് ഏറ്റവും കുറച്ച് ഭാഗം മാത്രം റിമൂവ് ചെയ്യുന്ന രീതിയിലുള്ള സർജറികളാണ് ഇപ്പോൾ നമ്മൾ തുടർന്ന് വരുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യാൻസറിൻ്റെ ആയിട്ടുള്ള ലക്ഷണങ്ങൾ അറ്റൻഷൻ സീക്ക് ചെയ്യണം. അടുത്തുള്ള ഒരു ഡോക്ടറെ കണ്ട് എന്താണ് സംഭവം എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില ആൾക്കാർ ഇത് മിക്കവാറും നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോഴത്തേക്കും ഡോക്ടറെ കാണാൻ മടിയാണ് മിക്കവർക്കും. ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, മിക്കവർക്കും വേദന ഉണ്ടാവില്ല. അപ്പോൾ വേദന ഇല്ലാത്ത മുഴകളാകുമ്പോഴത്തേക്കും ആൾക്കാർ വെച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ വേദന ഒരു ഘടകം ആകണമെന്നില്ല. അപ്പം എന്താണെങ്കിലും ശരീരത്തിനുള്ള മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അത് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡോക്ടറെ എത്രയും പെട്ടെന്ന് കാണുക എന്നുള്ളതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസർ നമുക്കറിയാം പൊതുവെ 4 സ്റ്റേജസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ 1ാമത്തെയും 2ാമത്തെയും സ്റ്റേജുകളിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ച് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് ക്യാൻസർ. നേരെ മറിച്ച് 3ഓ 4ാമത്തെ സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ നൂതനമായിട്ടുള്ള ചികിത്സാ രീതികൾ വെച്ച് നമുക്ക് ഇപ്പോഴും അതിന് ചികിത്സാ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് കുറേ ഡിസീസ് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ഉടനെ തന്നെ ഡോക്ടറെ കാണുക. ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ 1ാമത്തെയും 2ാമത്തെയും സ്റ്റേജുകളിലുള്ള മിക്ക ക്യാൻസറുകളും ഇപ്പോൾ ക്യൂറബിൾ ആയിട്ടുള്ള ക്യാൻസറുകളാണ്. അത് ചികിത്സിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് പനി വന്നാൽ നമ്മൾ ആൻറ്റിബയോട്ടിക് എടുത്ത് ചികിത്സിച്ച് ഭേദമാക്കുന്ന പോലെ തന്നെ നമുക്ക് ക്യാൻസർ ഇപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഭയപ്പെടരുത്. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ അടുത്തുള്ള ഡോക്ടറെ തന്നെ പോയി കണ്ട് സംശയങ്ങൾ ദൂരീകരിക്കുക. ചികിത്സ കറക്റ്റായിട്ട് നേടുക, ശരിയായിട്ടുള്ള അറിവ് നേടുക. പിന്നെ നിങ്ങൾക്കുള്ള ശരിയായിട്ടുള്ള അറിവ് മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക. തെറ്റായിട്ടുള്ള അറിവ് പങ്കുവയ്ക്കരുത്. പ്രത്യേകിച്ച് ഇപ്പോൾ വാട്സാപ്പൊക്കെ വന്നതിന് ശേഷം മൊത്തം തെറ്റായിട്ടുള്ള അറിവുകളാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. അത് പങ്കുവയ്ക്കരുത്. ശരിയായിട്ട് നിങ്ങൾക്കുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പറയുന്നതിനായി ഡോക്ടർ കാവ്യയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ക്യാൻസർ എന്നൊരു വാക്ക് കേൾക്കുന്നത് തന്നെ നമ്മൾ ഓരോരുത്തർക്കും ഭയമാണ് ജനിപ്പിക്കുന്നത്. എന്നാൽ ക്യാൻസർ എന്താണെന്നും അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്നും അതെങ്ങനെ എത്ര വേഗം നമുക്ക് കണ്ടുപിടിക്കാമെന്നും അതിൻ്റെ ശരിയായ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്നും നമ്മൾക്ക് ഇത്രയും ലഘുവായി പറഞ്ഞ് മനസ്സിലാക്കി തന്നു കഴിഞ്ഞാൽ ഗണേഷ് സാറിനോട് ഞാൻ എൻ്റെ നന്ദി അർപ്പിക്കുന്നു. ഇത്രയും തിരക്കുള്ള ജീവിതത്തിൽ നിന്നും ക്ലിനിക്കൽ പ്രാക്ടീസിൽ നിന്നും വിലപ്പെട്ട സമയം കണ്ടെത്തി ഈ പ്രോഗ്രാമിനെ വിജയകരമാക്കി തീർത്ത ഓരോരുത്തരോടും ഞാൻ എൻ്റെ നന്ദി അറിയിപ്പിക്കുന്നു. നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ GM ആയിട്ടുള്ള പിള്ള സാറോടും മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള രാജീവ് സാറോടും നമ്മളുടെ മെഡിക്കൽ സൂപ്രണ്ടൻ്റായിട്ടുള്ള ഡോക്ടർ OS ശ്യാംസുന്ദർ സാറിനോടും ഗണേഷ് സാറിനോടും CEO ആയിട്ടുള്ള സന്ധ്യ മാമിനോടും പിന്നെ തങ്ങളുടെ രോഗത്തിൻ്റെ ഇടയിലും ഇത്രയും സമയം നമ്മളുടെ ഈ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന ഓരോ വ്യക്തികളോടും ഞാൻ എൻ്റെ നന്ദി അറിയിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു ഓൾ.